ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാൻ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജ്വല്ലറിയുടെ മുന്നിൽ ഫാൻസിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ മോഡൽ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പർച്ചേസിങ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എടുത്തെടുത്ത് ഞങ്ങൾക്ക് 3 ആൾക്കും എടുക്കണം. ഹിബമോൾക്കും എനിക്കും ലുബമോൾക്കും എടുക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് എടുത്തു. പിന്നെ ഞാൻ കമ്മലാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ഡ്രസ്സിലേക്കുള്ള കമ്മലുണ്ടായിരുന്നു, ഒരു ഡ്രസ്സിൽക്കും കൂടി വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നോക്കിയതാണ്. അങ്ങനെ ഇതൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ ഓടിച്ച് വിട്ടാണ് കേട്ടോ. ഹിബമോൾ പറയേണ്ടത് എനിക്ക് അതെടുത്തില്ല, എനിക്ക് ഇതെടുത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേയൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് അത്യാവശ്യമുള്ളത് മാത്രം എടുത്തിട്ടാ. പിന്നെ കുറേ നെയിൽ വേണമെന്ന് പറയുന്നു ലുബമോള്. അപ്പോൾ ജസ്റ്റ് അധികം പ്രൈസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഒന്ന് മേടിച്ച് കൊടുത്തത് കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് ബില്ലാക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇപ്പോൾ കുറേ നേരമായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പുറത്ത് പോയി. അങ്ങനെ ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാവകാശം പുറത്തിറങ്ങി കേട്ടോ. നിൽക്കാനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇക്കാനെ കൂട്ടിയിട്ട് തിരിച്ച് വന്നു. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വീണ്ടും പോയി കേട്ടോ. വീട്ടിൽ വന്നിട്ട് വീണ്ടും പോയത് ഇക്കടെ അമ്മായിയുടെ മോൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയത് വേറെ ഒന്നല്ല, മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവൾ നന്നായിട്ട് മൈലാഞ്ചി ഇടും. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കൂടുതൽ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് ഇട്ടെന്നാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ ഇടിപ്പിച്ചതാണ് കേട്ടോ. പക്ഷെ നല്ല രീതിക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറച്ച് നേരം അതൊക്കെ ഒന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോഴത്തേനും 11 മണിയായി. 3 കൈകൾ കൂടി ഇട്ട് 3 കൈകൾ ഞാനും ഹിബമോളും ലുബമോളും കൂടി 3 കൈയായില്ലേ, 3 കൈകളായി. അപ്പോൾ അതും കൂടി ഇട്ടപ്പോഴത്തേനും 10-11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നു, വീട്ടിൽ വന്നു. നല്ല ഉറക്കം തൂങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലുബമോളൊക്കെ തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം കാലത്താണ് ഞങ്ങളുടെ കൈകളൊക്കെ നല്ല രീതിക്ക് ചോർത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് വെച്ചിട്ടായിട്ട് ഞങ്ങളുടെ അടുത്ത യുദ്ധം. കാരണം മേലക്ക് വെക്കണം അതിൻ്റെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഞങ്ങൾ രാവിലെ വെച്ചിട്ടൊന്ന് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കൈയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ലുബമോൾക്ക് ഈ ഒരു ഷൂ ആണ് മേടിച്ചത്. എനിക്ക് ഇതാണ് മേടിച്ചത് കേട്ടോ. ഹിബമോൾക്ക് മേടിച്ചില്ല. ഹിബമോൾക്ക് ഇപ്പോൾ അടുത്ത് മേടിച്ചുകൊണ്ട് തന്നെ അവൾക്ക് മേടിച്ചില്ല. പിന്നെ രാത്രി മേടിച്ച കുറച്ച് ഫാൻസി സാധനങ്ങൾ ഞങ്ങൾ രാവിലെ ഒന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. രാത്രി ആ ഉറക്കക്ഷീണത്തിൽ പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. പിന്നെ മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത് കേട്ടോ. പിന്നെ ഹിബമോൾക്കും എടുത്തുണ്ടായിരുന്നു ആ നഖത്തിൻ്റെ. അതൊക്കെ അധികം പ്രൈസ് ഒന്നുമില്ല. പിന്നെ ഒരു BB ക്രീം, നമ്മുടെ ബണ്ണ്, ക്ലിപ്പ്, ഇയറിങ്സ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ തീർന്നൊക്കെ മേടിച്ചു. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഇതായിരുന്നു ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ലുബമോളാണ് ഇതൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരുന്നത്. ഞാൻ കുറച്ചായിട്ട് ഇതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മേടിച്ചു ആ ഗ്യാപ്പിൽ. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ലുബമോൾ നോക്കിയത് ലുബമോളുടെ ഡ്രസ്സെല്ലാം ഒന്ന് ശരിയാക്കാമെന്നാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ ലുബമോൾ തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് തലേദിവസം ഇടാനുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.